നമുക്ക് സംസ്ഥാനം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, അത് നിലമ്പൂരിലാണ്. പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം തലത്തിലുള്ള നേതൃയോഗം ഇന്ന് ചേരുകയാണ്. സി വി അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പ്രത്യേകിച്ചും അവർക്കൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. അൻവറിന്റെ പിന്തുണ സ്വാഭാവികമായും കോൺഗ്രസിലാകും. പക്ഷെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി മോഹികളായവരിൽ ചിലരെ പിണക്കാതെ നിർണയമുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നിലമ്പൂര് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് UDF സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. ഒന്ന്, അവിടെ നിലവിലുണ്ടായിരുന്ന MLA പി വി അൻവർ UDF ചായ്വിലാണിപ്പോൾ, UDF കൂടെയാണിപ്പോൾ. അദ്ദേഹം പരസ്യമായിട്ട് നിരുപാധികമായിട്ട് UDF പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാമതായിട്ട്, അവിടെ കോൺഗ്രസിന്റെ UDF ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അത് പി വി അൻവർ ആയതുകൊണ്ട് മാത്രം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഒന്നാണ്. അപ്പോൾ അൻവർ കൂടി UDF നിൽക്കുമ്പോൾ അവിടെ മറ്റ് ആശങ്കകളൊന്നുമില്ല എന്ന കണക്കൂട്ടലാണ് UDF സംബന്ധിച്ചുള്ളത്. പക്ഷെ അവിടെ എല്ലാ തവണത്തെയും പോലെ സ്ഥാനാർത്ഥി നിർണയമാണ് UDF സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം. രണ്ട് പേരുകളാണ് ഇപ്പം നിലവിലുള്ളത്, VS ജോയുടെയും ആര്യടൻ ഷൗക്കത്തിൻ്റെ. മറ്റു പേരുകളൊന്നും തന്നെ നിലവിൽ നേതൃത്വത്തിൻ്റെ പരിഗണനയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ആര്യടൻ ഷൗക്കത്തിന് നമുക്കറിയാം, ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ, നിലമ്പൂരിൽ കാലങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള രാഷ്ട്രീയ നേതാവ്. അവിടെ അർബൻ ബാങ്കിൻ്റെ പ്രവർത്തനമാവട്ടെ, മറ്റു മേഖലകളിലാവട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. രണ്ടാമത്തെ പേര് VS ജോയുടെയാണ്. VS ജോയ് DCC അധ്യക്ഷനാണ്, യുവാവാണ്, യുവ നേതാവാണ്, നിലമ്പൂർ സ്വദേശി തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ മാത്രമാണ് നിലവിൽ നേതൃത്വത്തിന് മുമ്പിലുള്ളത്. അതിൽ ഈ തൻ്റെ MLA സ്ഥാനം രാജിവെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ VS ജോയുടെ പേര് എടുത്തു പറഞ്ഞത് മുതൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്ത് എന്നറിയാൻ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം VS ജോയിക്ക് ഒട്ടേറെ മേൽക്കൈ നൽകുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ആര്യടൻ ഷൗക്കത്തിൻ്റെതായ വോട്ട് ബാങ്കുണ്ട്. ഇവിടെ അൻവറിൻ്റെ തീരുമാനങ്ങൾ, അൻവറിൻ്റെ നിർദ്ദേശങ്ങൾ അതുകൂടി ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാകുമെന്ന് വേണം കരുതുവാൻ. കാരണം തൻ്റെ പിൻഗാമിയായിട്ട് ആര് വേണമെന്ന് അൻവർ പറയുന്നു. അൻവർ നിലവിൽ UDF ഭാഗമോ കോൺഗ്രസിൻ്റെ കൂടെ ഒന്നുമല്ല എങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ അവിടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അൻവറിനൊരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. ഒരാൾ ജയിച്ചില്ലെങ്കിലും തോൽപ്പിക്കാൻ ഒരുപക്ഷെ അൻവറിൻ്റെ വോട്ട് ബാങ്കിനെ കൊണ്ട് സാധിച്ചേക്കുമെന്ന ഒരു വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പല ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതല്ലാതെയുള്ള സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിലമ്പൂർ മണ്ഡലം ഏകദേശം അത് എത്രമാത്രം പ്രവർത്തനക്ഷമമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ UDF വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് തലവേദനകളൊന്നും ഇവിടെ UDF സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. LDF ആകട്ടെ നിലവിൽ UDF സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരാം എന്നുള്ള ഒരു നിലപാടിലാണ് ഉള്ളത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് ആദ്യത്തെ ഒരു യോഗം, തെരഞ്ഞെടുപ്പ് നിർത്തിയുള്ള ആദ്യ യോഗം വിളിച്ചു ചേർത്തുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള APL കുമാറാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ താഴെത്തട്ടുമുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം അതിലുണ്ടാകും. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഒരു നടപടിയായിട്ട് വേണം ഇന്ന് വിളിച്ചു ചേർത്ത യോഗത്തെ കാണുവാൻ. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് സി വി അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചാലും UDF സജ്ജമാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ VS ജോയ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് കോൺഗ്രസിന് വൈകാരികമായ കാര്യമാണ്. ഇത്തവണ LDF നിന്നും UDF വോട്ട് ചോരും. നേതൃത്വം ആരെ തീരുമാനിച്ചാലും അവർക്ക് വിജയം ഉറപ്പാണ് എന്നും VS ജോയ് News 18 പറഞ്ഞു. അത് UDF സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ LDF ഒരു വിലയിരുത്തൽ കഴിഞ്ഞ 2 തവണയും LDF ജയിച്ചതിൻ്റെ ഒരു കാരണം UDF വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ്.
ഇത്തവണയും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ LDF മനസ്സിൽ വയ്ക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ചർച്ച കിടക്കുമ്പോൾ തന്നെ UDF നിന്ന് ആരെങ്കിലും പിണങ്ങിപ്പോരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് പലരും പങ്കുവയ്ക്കുന്നത്. നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. UDF താരതമ്യേന 1-2 പേരൊക്കെ ഉയർന്നു നിൽക്കുന്നുള്ളൂ. പക്ഷേ CPM അര ഡസൻ ആളുകളുടെ പേര് ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചയിൽ ഇടം പിടിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരിൽ പലരും ആ കളം വിട്ട് ശ്രീ PV അൻവറിൻ്റെ പിറകെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായ വ്യത്യാസം വലിയ പ്രയാസം ഉണ്ടാക്കാൻ പോകുന്ന ഇടതുപക്ഷത്താണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി എല്ലാവരും ഒരു മനസ്സോടുകൂടി ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കും. കോൺഗ്രസിന് യുവത സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിൻ്റെ പിന്നിൽ ഐക്യമുന്നണി പ്രവർത്തകർ ഒരുമിച്ച് മുന്നോട്ട് പോകും. പല പേരുകളും ചർച്ചയിൽ ആദ്യം താങ്കളുടെ പേരാണ് പ്രധാന കേൾക്കുന്നത്. അരുൺ ഷൗക്കത്തിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എത്രമാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ഒരു ചർച്ചകളിലൊക്കെ? എല്ലാം നമ്മുടെ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യമല്ല. അത് നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ മുന്നൊരുക്കങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി ആരെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. പാർട്ടി നേതൃത്വം എല്ലാ വശവും പരിശോധിച്ച് കൃത്യസമയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ എല്ലാവരും അണിനിരക്കും. അതാണ് ആത്മവിശ്വാസത്തിനപ്പുറം വൈകാരികമാണ് UDFനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. ഒപ്പം മികച്ച വിജയം നേടി 2026 തെരഞ്ഞെടുപ്പിന് വലിയ ഒരു ശക്തി പകരുന്ന അടിത്തറ ഉണ്ടാക്കാൻ കൂടിയാണ് UDFൻ്റെ ഇപ്പോഴത്തെ ശ്രമം. അഖിലോട്ട് പറഞ്ഞൊപ്പം CB അനുമോദ്, ന്യൂസ് 18.